പാലക്കാട് കണ്ണാടിയിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനു നേരെ കയ്യേറ്റ ശ്രമം. കാറിലെത്തിയ കോൺഗ്രസ് സംഘമാണ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. അനുവാദമില്ലാതെയാണ് ഫോട്ടോ എടുത്തതെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ സുനിശ്ചിത വിജയം വല്ലാതെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് UDF-നെയും LDF-നെയും സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അവർ ഈ അവസാന നിമിഷം പോലും വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിനും കുപ്രചരണം നടത്തുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതനുസരിച്ച് മെനഞ്ഞ ഒരു നാടകമാണ് നമ്മൾ കുറച്ച് മുൻപ് കണ്ടത്. അതിൽ ശോഭാ സുരേന്ദ്രൻ സഞ്ചരിക്കുന്നിടത്തൊക്കെ ഒരു സംഘം കൂടെ പോകുകയും അനാവശ്യമായി അവരുടെ ചിത്രങ്ങൾ മൊബൈലിൽ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ശോഭാ സുരേന്ദ്രന്റെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മാധ്യമങ്ങളല്ല എന്നുള്ളത് മനസ്സിലാക്കിയ ശോഭാ സുരേന്ദ്രൻ എന്തിനാണ് തങ്ങളെ ഇങ്ങനെ ഫോളോ ചെയ്ത് ഇത്തരം ചിത്രങ്ങൾ എടുക്കുന്നത് എന്ന് ചോദിച്ചു. അവസാനവും അവർ ഒരു നാടകം നടക്കുകയുണ്ടായി ആ സംഘം. അതിന്റെ അടിസ്ഥാനത്തിൽ ശോഭാ സുരേന്ദ്രൻ കൃത്യമായി തന്നെ അവരോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ അനുവാദമില്ലാതെ ഈ ഫോട്ടോ എടുത്തത്? പക്ഷേ അപ്പോൾ വളരെ പ്രകോപിതരായിക്കൊണ്ട് ആ സംഘം ശോഭാ സുരേന്ദ്രനും മറ്റ് സ്ത്രീകളുമൊക്കെ ഉൾപ്പെടുന്ന ആ സംഘത്തിന് നേരെ വല്ലാതെ ആക്രോശിക്കുകയും അവരെ കയ്യേറ്റം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണോ ഉണ്ടായത്? തന്നെയാണ് പാലക്കാട് കണ്ണാടി പഞ്ചായത്തിൽ വെച്ചാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. പഞ്ചായത്തിലേക്ക് ഈ കണ്ണാടി പഞ്ചായത്തിന്റെ ഭാഗത്ത് എത്തിയ സമയത്ത് ഈ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന്റെ ഒപ്പം രണ്ട് വാഹനങ്ങളിൽ നിന്നായിട്ട് ഈ കോൺഗ്രസിന്റെ ആളുകൾ ഫോളോ ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ സംഘം ശോഭാ സുരേന്ദ്രനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീയും പുരുഷനും ഉൾപ്പെടെയായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. അങ്ങനെ ആ ഫോളോ ചെയ്ത സംഘം പിന്നീട് ഈ കൃത്യമായിട്ട് അവരെ ശോഭാ സുരേന്ദ്രന്റെ വീഡിയോസ് ഒക്കെ അവരുടെ അനുവാദമില്ലാതെ ചിത്രീകരിക്കുകയായിരുന്നു. ആദ്യം ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ കരുതിയിരുന്നത് ഒരു മാധ്യമങ്ങളോ മറ്റോ ആണ് എന്നുള്ളതാണ്. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് മാധ്യമങ്ങളല്ല, ഇത് കോൺഗ്രസിന്റെ സംഘമാണ് എന്ന് മനസ്സിലായത്. ഇതോടുകൂടി അവർക്ക് നേരെ ശോഭാ സുരേന്ദ്രൻ തിരിയുകയും അവരോട് തട്ടിക്കയറുകയും ഒക്കെ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും വലിയ രീതിയിൽ ഈ തോൽവി ഭയത്തിൽ കോൺഗ്രസ് ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടും ഈ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഈ പല വിഷയങ്ങളിൽ ഈ കോൺഗ്രസ് പ്രതിരോധത്തിലാണ് പാലക്കാട് എന്നുള്ളതാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണെങ്കിലും പ്രശോഭ് വത്സന്റെ വിഷയമാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രമേശ് പിഷാരടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ ഒരു കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട സുരേഷ് എന്നയാൾ സജീവമായിട്ട് അതിന്റെ ടീമിൽ ഉണ്ടായിരുന്നതാണെങ്കിലും ഇത്തരം വിഷയങ്ങളിലൊക്കെ കോൺഗ്രസ് പ്രതിരോധത്തിലാണ്. അങ്ങനെ കോൺഗ്രസ് അവരുടെ ആ പ്രതിരോധത്തിൽ അവർ യാതൊരു തരത്തിലും നിക്കക്കള്ളിയില്ലാത്ത സ്ഥിതിയിലാണ് ഇങ്ങനെ ഒരു ബോധപൂർവമായിട്ട് സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. മാത്രമല്ല ഇവർ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിന് ശേഷം, അതായത് ശോഭാ സുരേന്ദ്രന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിന് ശേഷം മറ്റൊരു ദൃശ്യം കൂടെ ഒരു വീട്ടിലുള്ള ഒരു മുത്തശ്ശിയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ കടന്നു ചെല്ലുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അത് ഒരു BJP പ്രവർത്തക ഒരു വ്യക്തിക്ക് ആ വീട്ടമ്മയായിട്ടുള്ള മുത്തശ്ശിക്ക് പണം നൽകിയതാണ് എന്ന തരത്തിൽ മറ്റ് മാധ്യമങ്ങൾക്ക് നൽകുകയും കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും BJP ആരോപിക്കുന്നത്. അത് ഇത്തരത്തിലുള്ള വ്യാജ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിച്ച് ഇവിടെ പലതരത്തിലുള്ള തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ആ മുത്തശ്ശി തന്നെ പറയുന്നു അവർക്ക് നൽകി അവരുടെ കയ്യിലുണ്ടായിരുന്ന പണം അത് പെൻഷൻ തുകയാണെന്ന്. പക്ഷെ ആ പെൻഷൻ തുകയായി കയ്യിൽ പിടിച്ചിരിക്കുന്ന ദൃശ്യത്തെ പോലും ഇവർ BJP നൽകി എന്ന തരത്തിൽ വ്യാജമായിട്ട് വിഷയങ്ങൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങളും സ്ഥാനാർത്ഥിക്ക് നേരെ കയ്യേറ്റവും മറ്റും മറുവശത്ത് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അതിനെ തെറ്റായ രീതിയിൽ മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് BJP പറയുന്നത്. ഇത് വെറുതെ വിടില്ല, ഇതിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ, അതായത് യഥാർത്ഥ ദൃശ്യങ്ങൾ തന്റെ പക്കലുണ്ട്. തന്നോട് വന്ന് ഈ സംഘം ചൂടാവുന്നതും തട്ടിക്കയറുന്നതുമായ ദൃശ്യങ്ങൾ തന്റെ പക്കലുണ്ട്. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ താൻ പുറത്തുവിടും. മാത്രമല്ല ഇതിൽ പോലീസിൽ പരാതിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് സ്ഥാനാർത്ഥി പറയുന്നത്. ശരി അരുൺ, എന്തായാലും പാലക്കാട് NDA BJP സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന് നേർക്കാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നത്. കെട്ടിച്ചമച്ച ഒരു കഥ കോൺഗ്രസ് പ്രവർത്തകർ മെനയുകയും തുടർന്ന് ഇവർ NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന് മേൽ കയ്യേറ്റ ശ്രമം നടത്തുകയുമാണ് ഉണ്ടായത്. കൃത്യമായി തന്നെ ഇവരെ പോലീസ് സ്റ്റേഷനിലെത്തിക്കും, പോലീസിന് മുന്നിലെത്തിക്കും. വസ്തുതകൾ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയണമെന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്.